സിമ്പിളായിട്ട് നമുക്ക് പിസ്സ വീട്ടിലുണ്ടാക്കാൻ നോക്കട്ടെ. എങ്ങനെ നോക്കാം. കുറച്ച് ഡ്രൈ ഈസ്റ്റ് എടുക്കുക, പിന്നെ കുറച്ച് ഷുഗർ, കുറച്ച് ആ ഡ്രൈ ഈസ്റ്റിന് അതേ അളവിൽ മതി. പിന്നെ ഇളം ചൂടുവെള്ളം, ലൂക്ക് വാം എന്നൊക്കെ പറയില്ലേ, വിരലിട്ടാൽ പൊള്ളാൻ പാടില്ല. ചൂടുവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് ഡെഡ് ആവും, ആക്റ്റീവ് ആവില്ല. എന്നിട്ട് 5 to 7 മിനിറ്റ്സ് റെസ്റ്റിന് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. തണുത്ത വെള്ളം യൂസ് ചെയ്യരുത്. ഈ ഞാൻ പറഞ്ഞ ലൂക്ക് വാം തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മൈദ എടുക്കാം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിങ്ങനെ കുറച്ച് ഉപ്പ്, വീണ്ടും അത്രയും തന്നെ ഷുഗർ നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതിലിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊരു ചപ്പാത്തി കുഴയ്ക്കുന്ന ആ ഒരു ടെൻഡൻസി തന്നെ കുഴയ്ക്കുക. പക്ഷേ ഡ്രൈ ആവരുത്, എന്നാൽ ഒരുപാട് വെള്ളം ഉണ്ടാവാനും പാടില്ല. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണം, എന്നാൽ നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ. നല്ലപോലെ കുഴച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ കംപ്ലീറ്റ്ലി കളയണം. എന്നിട്ട് ഈ ലെവലാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത്. ഒരു കോട്ടൺ തുണി, നനഞ്ഞ കോട്ടൺ തുണി എടുത്ത് അടച്ച് വയ്ക്കാം. ഞാൻ രാവിലെ ഒരു 9 o'clock ഇത് വെച്ചത്. പിന്നെ എടുക്കുന്നത് വൈകുന്നേരം 3:30 ആകുമ്പോഴാണ്. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പിസ്സയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് ചിക്കനും ബെൽ പേപ്പറും മഷ്റൂമും കുരുമുളകും സോയ സോസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഒരു ബൗളാക്കിയിട്ട് നല്ല രീതിയിൽ ഇതിനെ പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ പാനിലുണ്ടാക്കുന്ന, ഓവനിലല്ല. ഇത് എയർ വന്ന് ബബിളാവധിക്കാണ് ഇങ്ങനെ ഞാൻ ഹോൾ ഇടുന്നത്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യേണ്ട. ഞാൻ ഈ ഒരു ടൊമാറ്റോയുടെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. യൂട്യൂബിലേക്ക് ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട്. അതിനുശേഷം നമ്മുടെ ഐറ്റംസ് ഒക്കെ പരത്തി വെച്ചതിന് ശേഷം ചീസ് നിറയ്ക്കുക, സാധനം നേരെ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് TV കാണാനൊന്നും പോരുത്, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ചിലപ്പോൾ കരിഞ്ഞു, ചിലപ്പോൾ അലമ്പാവും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിസ്സ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.